പ്രശാന്ത് ഏട്ടാ, 2024 ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര കമ്പനി കാര്യാലയത്തിന് നൽകിയ പരാതി റിപ്പോർട്ടർ ചാനലിനെതിരെ, അതിൻ്റെ അന്വേഷണം ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ശോഭാ സുരേന്ദ്രനും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള ഉരസലുകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നത്? ശോഭാ സുരേന്ദ്രനും റിപ്പോർട്ടർ ചാനലുമായിട്ട് 2024 ഇലക്ഷന് മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തോതിൽ ഏറ്റുമുട്ടിയിരുന്നു. നമ്മൾ കണ്ടതാണ്. കൊണ്ടും കൊടുത്തും ഒക്കെ പല കാര്യങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സമയമാണത്. ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ അത് നേരത്തെ തന്നെ ആ പരാതി ഉയർന്നതാണ്. പക്ഷേ അത് ഒന്നുകൂടെ ശോഭാ സുരേന്ദ്രൻ വളരെ എന്താ പറയേണ്ട ഗൗരവത്തിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ പറഞ്ഞതുപോലെ കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന് സമീപിച്ചിരിക്കുകയാണ്. അവർ പരാതിയും കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. പരാതി കൊടുത്തപ്പോഴും അതൊരു വാർത്തയായി. ഇപ്പോൾ അതിൻ്റെ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള, അല്ലെങ്കിൽ ആരംഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ രാജ്യസുരക്ഷാ കാരണങ്ങളാൽ ഇതിൻ്റെ ഓഹരി കൈമാറ്റം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലക്കിയിരുന്നു. ഇത് ചെയ്യരുത് എന്നിവരോട് നിർദ്ദേശിച്ചിരുന്നു. അത് അവർ മറികടന്നുകൊണ്ട് അത് ചെയ്തു, ഓഹരി കൈമാറ്റം നടത്തി. ഇതാണ് വിഷയം. അപ്പോൾ ഇതാണ് ഈ ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച് നവംബർ 7-ന് തന്നെ ഇവർ 2024 നവംബർ 7-ന് പരാതി നൽകി. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ ശരിക്കും ഈ അന്വേഷണം ആരംഭിക്കുന്നത്. ഇതൊരു ഓഹരി കൈമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഞാൻ വിശദമായിട്ട് പറയാം. അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ ഓഹരികളുണ്ട്. ആ ഓഹരികൾ ആരൊക്കെ വാങ്ങിയിരിക്കുന്നു, ആരൊക്കെയാണ് പണം കൊടുത്ത് ആ ഓഹരി വാങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണം ഉണ്ട്, അല്ലെങ്കിൽ ആ വിവരങ്ങളുണ്ടല്ലോ. അതിനകത്ത് സംശയാസ്പദമായ ദുരൂഹമായ പല അക്കൗണ്ടുകളും പല ഓപ്പറേഷൻസും കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓഹരി കൈമാറ്റത്തിന് തടസ്സം പറഞ്ഞത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് ചെയ്യരുത് എന്ന നിർദ്ദേശം കൊടുത്തത്. അപ്പം ഞാൻ അതിലേക്ക് വിശദമായിട്ട് വരാം. അതായത് ഈ ഓഹരി കൈമാറ്റം മാത്രമല്ല, അതിൻ്റെ GST സംബന്ധിച്ചും ഒരു വിലക്കുണ്ടായിരുന്നു. ഈ ചാനലിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട്, ഓഹരികളുമായി ബന്ധപ്പെട്ട് അത് മറികടക്കാൻ ഇവർ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? ഇവർ നിയമവിരുദ്ധമായിട്ട് ഈ ഷെൽ കമ്പനികൾ രൂപീകരിച്ചു, പേപ്പർ കമ്പനികൾ രൂപീകരിച്ചിട്ട് ഇതിൻ്റെ ഓഹരികൾ അങ്ങോട്ട് മാറ്റി. ഞാനത് വിശദമായിട്ട് പറയാം. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ യഥാർത്ഥ ഉടമകൾ അവർ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ കളമശ്ശേരിയിലെ വിലാസത്തിൽ, ആ വിലാസത്തിലാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ ഷെൽ കമ്പനി രൂപീകരിച്ചത്. ഇനി അതിനുശേഷം ഇതിൻ്റെ ഓഹരികൾ അങ്ങോട്ട് മാറി റിപ്പോർട്ടർ ചാനലിൻ്റെ നിയന്ത്രണവും അവരേറ്റെടുത്തു. ഈ ഷെൽ കമ്പനി ഏറ്റെടുത്തു. ഈ ഷെൽ കമ്പനി രൂപീകരിച്ചത് അഗസ്റ്റിൻ സഹോദരന്മാരാണെന്നാണ് പരാതിയിലും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ അടക്കം. ഇതൊക്കെ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അങ്ങനെ ഈ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ ഓഹരി ഉടമകളുമായിട്ട് ഒത്തുകളിച്ച് ഈ ഷെൽ കമ്പനിയുടെ മറവിൽ ചാനലിൻ്റെ കൈമാറ്റം സംഭവിച്ചു, അല്ലെങ്കിൽ ചാനൽ ഓഹരികൾ കൈമാറി എന്നുള്ളതാണ് ഇവിടുത്തെ കുറ്റം. നേരത്തെ തന്നെ പറഞ്ഞു, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്, നിസ്സാര കാര്യങ്ങളല്ല. അപ്പോൾ UAPA പോലെയുള്ള വകുപ്പുകളൊക്കെ അതിനകത്ത് വരാൻ വലിയ സാധ്യതയുള്ളതാണ്. അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ശോഭയുടെ പരാതി ഇവർ വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നത്. ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 2 കമ്പനികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ഇൻഡോ ബ്രോഡ്കാസ്റ്റിംഗ് ആദ്യത്തെ ആ കമ്പനി, ഈ ഷെൽ കമ്പനി ഉണ്ടല്ലോ, അതിനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേസമയം ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ അത് അവർ മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് അതിന് റിമൈൻഡറും അയച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഇങ്ങനെ നമ്മൾ എപ്പോഴും ഷെൽ കമ്പനി അറിയാമല്ലോ, കള്ളപ്പണം വെളുപ്പിക്കാനും ചില കണക്കുകൾ ഒളിപ്പിക്കാനും ഒതുക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം കടലാസ് കമ്പനികൾ നമ്മൾ ഇങ്ങനത്തെ ഈ മേഖലയിൽ രൂപീകരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മുമ്പും അറിയാം. എക്സാലോജിക്കിൻ്റെയൊക്കെ കാര്യത്തിൽ അത്തരം ആക്ഷേപങ്ങളൊക്കെ ഉയർന്നതാണ്. അതൊരു പേപ്പർ കമ്പനിയാണ്, ഷെൽ കമ്പനിയാണെന്നൊക്കെയുള്ള ആക്ഷേപം മാത്യു കുഴൽനാടനെയൊക്കെ പോലെയുള്ളവർ ഉന്നയിച്ചതാണ്. ഇവിടെയും അത് വളരെ വ്യക്തമാണ്. ഇങ്ങനെ ഒരു ഷെൽ കമ്പനി രൂപീകരിച്ചിട്ട് ഒരു കമ്പനിയുടെ ഏത് കമ്പനിയുടെ ഓഹരികളാണോ മാറ്റരുത് എന്ന് പറഞ്ഞത്, ആ കമ്പനി അത് വിൽക്കരുത് എന്ന് പറഞ്ഞത്, ആ കമ്പനിയുടെ ഓഹരികൾ ഈ ഷെൽ കമ്പനിയിലേക്ക് മാറ്റിയിട്ട് പിന്നെ അത്
കൈമാറ്റം ചെയ്തിരിക്കുന്നു. അത് പിന്നെ അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയ ഗൗരവത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇവർ അന്വേഷിക്കുന്ന ഈ കമ്പനികാര്യ മന്ത്രാലയം മാത്രമല്ല ഇതിൻ്റെ പുറകെ ഇത് അന്വേഷിച്ച് വരിക. ഇനിയിപ്പോൾ ED വരും. നിലവിൽ ED ഇത് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ NIA ഇത് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. കാരണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളായതുകൊണ്ട് NIA ഇത് അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. NIAയുടെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരം ലഭിച്ചത്. അത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പറയാത്തത്. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഈ EDയുടെ അന്വേഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. SFIOയുടെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതിൻ്റെ അന്വേഷണം വരാനും നല്ല സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചാനലുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഈ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ ഭരണപരമായ വിഷയങ്ങളിൽ, ഞാൻ ചാനലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചല്ല പറയുന്നത്, അതിൻ്റെ ഭരണപരമായ വിഷയങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായ വിവരം. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ടൊക്കെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ചില വിവരങ്ങൾ, വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ മാനേജ്മെൻറ്റുമായി നടത്തിയ പോരുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അന്ത്യം കണ്ടേ അവർ മടങ്ങൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. കാരണം നിലപാടുകൾ വ്യക്തമാക്കാൻ ഒരു മടിയുമില്ലാത്ത, ഒരു ചങ്കുറപ്പുള്ള ഭയമില്ലാത്ത ഒരു സ്ത്രീയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒക്കെ ആർജവത്തോടെ കാര്യങ്ങൾ വിളിച്ചു പറയാനും, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ കേസുണ്ടെന്ന് ആർജവത്തോടെ വിളിച്ചു പറയാനും ഒക്കെ ധൈര്യം കാണിച്ച ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നു എങ്കിൽ കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിട്ടായിരിക്കണം കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രാലയത്തിന് ഇത്തരമൊരു പരാതി നൽകാൻ 2024 അവരൊരു പരാതി നൽകാൻ ഇറങ്ങിയത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എന്തായാലും റിപ്പോർട്ടർ ചാനൽ ഇതിനെ എങ്ങനെ നേരിടാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ GSTയിലെ തിരിമറവ്, പിന്നെ ഈ ഷെൽ കമ്പനികളുമായി ബന്ധപ്പെട്ട ഇത്തരം കടലാസ് കമ്പനികൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഇതൊക്കെ പ്രശാന്തേട്ടൻ സൂചിപ്പിച്ചതുപോലെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ചാനലിൻ്റെ മറവിൽ എന്തും കാണിക്കാം എന്നുള്ളത് ശരിയായ നടപടിയല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ മീഡിയ വണ്ണിൻ്റെ ഒരു പൂട്ട് വീണപ്പോൾ തന്നെ മനസ്സിലായതാണ്. എന്തും ഇരുന്ന് രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യാനോ വിളിച്ചു പറയാനോ സാധിക്കുന്ന ഒന്നല്ല. ഇത് വീക്ഷിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ഇവിടെ ആളുണ്ട് എന്ന് ഒരിക്കൽ കാണിച്ചു കൊടുത്തതാണ് മീഡിയ വണ്ണിനൊന്ന് പൂട്ടിട്ട് കൊടുത്തുകൊണ്ട്. പക്ഷെ അപ്പോഴും പ്രമുഖ ചാനലുകൾ എന്ന് പറയുന്നവർ പലതും പഠിക്കുന്നില്ല, ഞങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല, ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി. ആ രീതിക്ക് എപ്പോഴായാലും ഒരു തടയിടാൻ കേന്ദ്രം തുനിഞ്ഞിറങ്ങും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ ഈ അടുത്ത കാലത്ത് അമിത്ഷായെ കൂടെ കണ്ടു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. ഇപ്പൊ അമിത്ഷായെ കണ്ട കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകളൊക്കെ അമിത്ഷായുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരും. പ്രത്യേകിച്ച് ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ വാഴുന്ന കൂടിയാണ്. മോദി വിരുദ്ധത വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു ചാനൽ കൂടിയാണ്. സുജയ പാർവതി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക മാത്രമാണ് അവിടെ ഇരുന്ന് പലപ്പോഴും BJPക്ക് വേണ്ടി ഘോരഘോരമായി പ്രസംഗിക്കുന്നത്. ബാക്കി എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിയൊക്കെ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതാണ്. അത് ഇവിടെ വലിയ പ്രസക്തമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ആക്രമണങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും. പക്ഷെ അതിലുപരിയായിട്ട് ഇതിൻ്റെ ആദ്യത്തെ ഇപ്പോഴത്തെ ഇതിൻ്റെ മുതലാളിമാരല്ല, ഇപ്പോഴത്തെ മാനേജ്മെൻ്റ് അല്ല, അതിന് മുമ്പിരുന്ന ഈ ഓഹരി കൈമാറ്റം ചെയ്യരുത് എന്ന് പറഞ്ഞ കാലത്ത് അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. ആ മാനേജ്മെന്റിലാണ് സംശയാസ്പദമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം അത് ചെയ്യരുത് എന്ന് നിർദ്ദേശിച്ചത്. ഇപ്പോൾ ആ കാര്യം ഇവർ ചെയ്തിരിക്കുന്നു. അത് ഈ പുതിയ മാനേജ്മെൻറ്റ് ഈ ചെയ്യരുത്, നമ്മളൊരു കാര്യം വാങ്ങരുത് എന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും ആൻസറബിൾ ആണ്, ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. ഇത് ധന്യ പറഞ്ഞല്ലോ, ശോഭാ സുരേന്ദ്രൻ അമിത്ഷായെ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരാതിയുടെ ഒരു കോപ്പി അവർ അമിത്ഷായ്ക്ക് നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹം ഉടനെ തന്നെ അത് ഓഫീസിലേക്ക് കൈമാറും. അവരത് വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഈ അന്വേഷണം അനക്കം വെക്കുകയും പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്.
എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. അതെ. ഈ പിന്നെ എന്താണ് ഇതിന് പുറകിൽ നടന്നിരിക്കുന്നത്, എത്ര കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്, വെറുക്കപ്പെട്ട ആരുടെയൊക്കെ ഓഹരികൾ ഇതിനകത്തുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. കാത്തിരിക്കുക. എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ. അവർ മടിയിൽ കനമുള്ളവൻ വഴിയിൽ പേടിച്ചാൽ മതി.